പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. അതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങും ഞാൻ അതിഥിയായിട്ട് പോകാറില്ല. കാരണം നമ്മളെല്ലാം കർത്താവിൻ്റെ സഭയുടെ ഭാഗമാണ്. നമ്മളാരും അതിഥികളില്ല. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പറയുമായിരുന്നു, ഞാൻ ലജോ എന്ന് പറയുന്ന ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് കാണുന്ന ഏതെങ്കിലും ഒരു ഡിവൈസിനോടെ സംസാരിക്കാൻ പറ്റും. എനിക്ക് ജോയ്സ് ആൻറ്റിയോടോ അല്ലെങ്കിൽ കാണുന്ന സന്തോഷ് വർഗീസ് എന്ന് പറയുന്ന ആളുകളെ കാണുന്നു, അങ്ങനെ ചില്ലറ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഒരാളോടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് ഇനി എത്ര ഡിവൈസ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പറയാൻ, നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിയ വേളയിലും ഈ വൈകിയ സമയത്തും മാറ്റമില്ലാത്ത കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട്. ഒരു പക്ഷേ ഫിസിക്കലായിട്ട് നമ്മളെല്ലാം അകലെ ആയിരിക്കാം, എന്നാൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒന്നുണ്ട്, അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നമ്മൾ എവിടെ ആയിരുന്നാലും, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയിരുന്നാൽ അവിടെയും വരും. ഒരുപക്ഷെ നമ്മളുടെ സിമ്മിനൊക്കെ റേഞ്ച് ഉണ്ടല്ലേ, നമ്മളൊക്കെ വിളിക്കുമ്പോൾ ചിലരെ പരിധിക്ക് പുറത്തായിരിക്കും, എന്നാൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ പരിധിക്ക് അകത്ത്. ഹല്ലേലൂയ. വി ആർ നോട്ട് എഹെഡ് ഓഫ് ഗോഡ്സ് റേഞ്ച്. നമ്മളെല്ലാം ദൈവത്തിന്റെ പരിധിയുടെ ഉള്ളിലാണ്, അതിനപ്പുറത്തല്ല നമ്മൾ ആരും. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടത് തരുവാൻ കഴിയുന്ന, നമ്മളോട് സംസാരിക്കുവാൻ കഴിയുന്ന നല്ലൊരു കർത്താവുണ്ട്. നമുക്ക് ഏറ്റവും നന്ദി പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് നന്ദി പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് നമ്മളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടോ, നമുക്ക് ചുറ്റുമുള്ളവരെ കാണാൻ പറ്റുന്നുണ്ടോ, നമ്മളുടെ കരങ്ങൾ തട്ടി ആരാധിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് നല്ല ശബ്ദമുണ്ടോ, നമ്മുടെ ആരോഗ്യം എന്താണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നടന്നില്ലെങ്കിലും, ഞാൻ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മറുപടി എനിക്ക് വന്നില്ലെങ്കിലും, എനിക്ക് നന്ദി പറയാൻ ഒരു കാരണമുണ്ട്, എന്നെ നിലനിർത്തുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഹൃദയം തുറന്ന് ഇന്ന് ഈ വൈകിയ വേളയിൽ നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, നീ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും നന്ദി എന്ന് ഹൃദയങ്ങളെ തുറന്ന് പറഞ്ഞാട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ കാണാൻ കഴിയത്തില്ല, എന്നാൽ ഹൃദയങ്ങളെ കാണുന്ന നല്ലൊരു കർത്താവിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കും. നന്ദിയോടെ ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഞങ്ങളോട് ഇന്ന് വൈകിയ വേളയിൽ സംസാരിക്കണേ കർത്താവേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തുറന്നു തരികയാണെന്ന്. ഹല്ലേലൂയ ജീസസ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. നന്ദിയോടെ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. ചോദിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനു സ്തുതി. ചോദിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. സത്യദൈവത്തിൻ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന
നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ നന്മകൾക്കും എന്നെ നിലനിർത്തിയതിനായിട്ട്, എനിക്ക് തന്ന ആരോഗ്യത്തിനായിട്ട്, എനിക്ക് തന്ന സമാധാനത്തിനായിട്ട്. സമാധാനമില്ലാതെ ഒരുപാട് പേര് ഈ ലോകത്തിൽ എവിടെ സമാധാനം കണ്ടെത്തുമെന്ന് തേടി അലയുമ്പോൾ നമുക്ക് സമാധാനം തന്ന ഒരു നല്ല കർത്താവില്ലേ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തന്ന ഒരു നല്ല കർത്താവില്ലേ? നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവില്ലേ? നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു നല്ല കർത്താവില്ലേ? നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന നല്ലൊരു കർത്താവില്ലേ? നമ്മുടെ ഹൃദയത്തിലെ ഹല്ലേലൂയ ഞരക്കങ്ങളെ പോലും വ്യക്തമായി അറിയുന്ന നല്ലൊരു കർത്താവില്ലേ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നീ വൈകിയ വേളയിൽ ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, എന്നോട് തോന്നിയ കരുണയ്ക്കായിട്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ ഈ ലോകത്തിലുണ്ട്, നമ്മളെക്കാൾ കഴിവുള്ളവർ ഈ ലോകത്തിലുണ്ട്. എന്നാൽ അവന്റെ ദയൊന്നു മാത്രമാണ് എന്നെ തെരഞ്ഞെടുത്തത്, അവന്റെ കരുണയൊന്നു മാത്രമാണ് നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ ഹൃദയം തുറന്നു പറഞ്ഞാട്ടെ. കർത്താവേ, അങ്ങയുടെ തെരഞ്ഞെടുപ്പിനായിട്ട് നന്ദി കർത്താവേ. എന്നോട് തോന്നിയ അങ്ങയുടെ കൃപകൾക്കായി നന്ദി കർത്താവേ. എന്നെ കണ്ട അങ്ങയുടെ കണ്ണുകൾക്കായി നന്ദി കർത്താവേ. എന്നോട് തോന്നിയ അങ്ങയുടെ സ്നേഹത്തിനായി. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയ നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയ നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു, എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. യേശുവേ, എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. കൊടുവെയിലതിൽ തണലുമാവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. കൊടുംവെയിലതിൽ തണലുമാവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു, എന്റെ യേശു
നല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ. ഓ ഇന്നാലായും എന്നും എന്നും അന്യനല്ലവൻ. എന്റെ യേശു ഇന്നാലായും എന്നും എന്നും അന്യനല്ലവൻ. ഓ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ല നോവിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ല നോവിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഓ ഇന്നാലായി എന്നും എന്നും അന്യനല്ലവൻ. എന്റെ യേശു ഇന്നാലായി. ഓ യേശുവേ, രാവിലും പകലിലും ചേലഴും തൻ പാലനം. രാവിലും പകലിലും ചേലഴും തൻ പാലനം. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനിൽ എന്നെ വീഴാതെ നിർത്തുന്ന. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഓ ഇന്നാലായി എന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നാലായും എന്നും എന്നും. ഓ യേശുവേ, ആരാധന അങ്ങേക്ക് ആരാധന. എന്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. എന്റെ യേശുവേ, ആ ഹൃദയം തുറന്ന് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. എന്റെ യേശുവേ അങ്ങേ നീ മാത്രം ആരാധനയ്ക്ക് ആരാധന അങ്ങേക്ക് ആരാധന. എന്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. എന്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളെ വീഴാതെ നിലനിർത്തുന്ന ഒരു നല്ല ദൈവം നമ്മളുടെ കൂടെ ഉണ്ടല്ലേ? എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ വീണ് പോയേക്കാമായിരുന്നു. എന്നാൽ നമ്മളുടെ കഴിവ് കൊണ്ടാണോ നമ്മൾ നിൽക്കുന്നതല്ല, നമ്മളുടെ ബലം കൊണ്ടാണോ നമ്മൾ നിൽക്കുന്നതല്ല, മറിച്ച് നമ്മളെ നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. എത്ര പേർക്ക് ഹൃദയം തുറന്ന് പറയാൻ കഴിയും, എന്നെ നിലനിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്? ഹല്ലേലൂയ. ഞാൻ വീഴാതെ, ഞാൻ തകർന്നു പോകാതെ എന്നെ നിലനിർത്തുന്ന ഒരു ദൈവകൃപയുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആ ദൈവകൃപയിൽ ആശ്രയിക്കുമെങ്കിൽ നമ്മളെ വഴി നടത്തുന്ന നല്ലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചെറിയൊരു ചിന്ത മാത്രം പറഞ്ഞിട്ട് വേഗത്തിൽ നമ്മൾ വീണ്ടും ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കയറുന്ന മീറ്റിങ്ങിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. വിശ്വാസത്തിൽ നമ്മൾ ഈ കാണുന്നതിനെ വിശ്വസിക്കാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഹ്യൂമൻ ബ്രെയിന് ഈസി ആയിട്ടുള്ള കാര്യമാണ് കാണുന്നതിനെ വിശ്വസിക്കുക. എന്നാൽ വിശ്വാസത്താൽ കാണാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. കാണുന്നതിനെ വിശ്വസിക്കാനല്ല, മറിച്ച് വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുൻപിൽ കാണാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. രണ്ട് വചനങ്ങൾ. ഹല്ലേലൂയ. വചനം മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് പരീക്ഷ വന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല എന്തുകൊണ്ട് ജീവിക്കുന്ന പറഞ്ഞേ? വചനം കൊണ്ട്, വേർഡ് കൊണ്ട് ജീവിക്കും. ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുക. ഒന്നാമത് എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, വചനം കൊണ്ട് ജീവിക്കുക. രണ്ടാമത്തെ, ഹബക്കൂക്ക് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മൈ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. രണ്ടാമത്തെ ജീവിതം, ഹല്ലേലൂയ, വിശ്വാസത്താലുള്ള ജീവിതം. കർത്താവ് തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രണ്ട് തരത്തിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വചനത്തിലൂടെ ജീവിക്കുക, വിശ്വാസത്തിലൂടെ ജീവിക്കുക. ഇത് പറയുമ്പോൾ കേൾക്കാൻ വളരെ ഈസിയാണ്, കേൾക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. പക്ഷേ
ഇത് ജീവിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം പ്രതിസന്ധി വരുമ്പോഴാണ് ഏറ്റവും അധികം നമ്മുടെ വിശ്വാസം എക്സ്പോസ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ മുൻപിൽ വരുന്ന സാഹചര്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ ചെങ്കടൽ വന്നാലേ മനസ്സിലാകത്തുള്ളൂ എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ മുൻപിൽ ഒരു പ്രതികൂലം വന്നാലേ മനസ്സിലാകത്തുള്ളൂ ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ അബ്രഹാമിനോട് തന്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ആരോടും ആലോചന വെച്ചില്ല, വിശ്വാസത്തോടെയാ പോയെ. അവിടെ അബ്രഹാമിന് വേണ്ടി ഒരുക്കിയൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ആ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ ജീവിതത്തിലെ ഏത് വെല്ലുവിളിയുടെ മുൻപിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് സാഹചര്യത്തിന്റെ നടുവിലും വിശ്വാസത്താൽ ജീവിക്കുവാൻ, വിശ്വാസത്താൽ കാണുവാൻ, വചനത്താൽ ജീവിക്കുവാൻ, കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. നമ്മളെ വിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ല പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്, മറിച്ച് എല്ലാ നാളും നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. അതിനാ പറഞ്ഞ് വിശ്വാസത്താൽ ജീവിക്കുക, വചനത്താൽ ജീവിക്കുക. ഹല്ലേലൂയ. വചനത്താൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തതെല്ലാം നമ്മളുടെ മുൻപിൽ ഉളവാകും. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ മുൻപിൽ ഞാൻ വചനം പറയുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, മുൻപേ പ്രാർത്ഥിച്ച അന്യമാർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും മറുപടി ഇല്ലാതെ പോകത്തില്ല. ഹല്ലേലൂയ. ഒരു തലമുറ പാപം പെരുകിയെടുത്ത് അത്യന്തമായ ദൈവകൃപ പെരുകിയെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ കർത്താവിനെ അറിയും. അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകളൊന്നും മറുപടികളില്ലാതെ പോകത്തില്ല. വചനത്താൽ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക. ഇന്ന് തകർന്നിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വചനം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടന്നിരിക്കും. കാരണം ഇത് ഹല്ലേലൂയ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ കേട്ട് ഞാൻ പറഞ്ഞല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കർത്താവിനെ ഞാൻ പറയുന്നത്. ചെറുപ്പത്തിലെ ഉള്ള ഇത്രയും വലിയ ആവേശം എന്താണെന്ന് അറിയോ? മറ്റൊന്നിനും തരാൻ കഴിയാത്ത സന്തോഷം എൻ്റെ കർത്താവ് എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ ഈ ആവേശം. ഹല്ലേലൂയ. ഒരു നാളും നമ്മളെ കൈവിടാതെ നമ്മളെ മറക്കാത്ത ഒരു നല്ല കർത്താവ് ഉണ്ട്. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നിടങ്ങൾ കരങ്ങളെ തട്ടാൻ കഴിയുമെങ്കിൽ കരങ്ങളെ തട്ടി സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഹല്ലേലൂയ, ഏറ്റവും അധികം പ്രശ്നമുള്ളവർ വേണം ഏറ്റവും അധികം കർത്താവിനെ ആരാധിക്കാൻ. നടുവേദന ഉള്ളവർ വേണം ഏറ്റവും അധികം കർത്താവിനെ ആരാധിക്കാൻ. കരമടിക്കാൻ വേദന ഉള്ളവർ വേണം ഏറ്റവും അധികം കരമടിച്ച് കർത്താവിനെ ആരാധിക്കാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശ്നവും ഭാരവും എല്ലാം കർത്താവ് നോക്കിക്കൊള്ളുവന്ന്. ഹല്ലേലൂയ. കരങ്ങളെ തട്ടിച്ചേർന്ന് ഹല്ലേലൂയ. യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ പാപത്തിൻ കറകൾ പോകാൻ നീ പാവന രക്തം ചീന്തി, പാപത്തിൻ കറകൾ പോകാൻ നീ പാവന രക്തം ചീന്തി. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ, യാഗമായി തീർന്നവനേ. ഓ യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ പാപത്തിൻ കറകൾ പോകാൻ നീ പാവന രക്തം ചീന്തി, പാപത്തിൻ കറകൾ പോകാൻ നിൻ പാവന രക്തം ചീന്തി. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ, യാഗമായി തീർന്നവനേ. ഓ യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു, മരണ
ഇരുട്ടിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം പകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. മരണത്തെ ജയിച്ചവനേ, ഉയർത്തെഴുന്നേറ്റവനേ, ഓ യേശുവെ പോലെ ആരുമില്ല, ഓ യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, ഓ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഈ വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾ ഒരു മാറ്റമില്ല. ഈ വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾ ഒരു. ഓ വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വിശ്വാസത്തോടെ. വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും നടന്നിടുമേ, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും നടന്നിടുമേ, വല്ലവൻ പുതുവഴി. വിശ്വസിച്ചാണ് എന്റെ സാഹചര്യങ്ങളുടെ മുൻപിൽ എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന, എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന, ഞാൻ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ, വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മുൻപിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. ഒരുപക്ഷെ രോഗികളായിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. മറ്റൊരാൾ നമ്മുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടല്ല, ഒരാൾ നമുക്ക് വേണ്ടി ദൂത് പറഞ്ഞിട്ടല്ല, മറ്റൊരാൾ പ്രവചിച്ചിട്ടല്ല, മറിച്ച് എന്റെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന ആത്മീക അധികാരത്തെ ഞാൻ തിരിച്ചറിയുമ്പോൾ, അതിനെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്റെ മുൻപിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വാസത്താൽ കൽപ്പിക്കുവാൻ, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുവാൻ ആരും തയ്യാറാകും? അവർക്ക് വേണ്ടിയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മുൻപിൽ വാതിലുകൾ തുറക്കുമെന്ന്, എന്റെ മുൻപിൽ എരിഹോ മതിലുകൾ തകരുമെന്ന്, എന്റെ മുൻപിൽ ചങ്ങലകൾ അഴിഞ്ഞു വീഴുമെന്ന്. കൈ പിടിച്ചെന്നെ വഴി നടത്തും. ഓ വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലോ പലതും അടഞ്ഞിടുമേ, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. ഓ വാതിലോകം പലതും അടഞ്ഞിടുമേ, വല്ലവൻ പുതുവഴി തുറന്നിടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. പലരും സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പെന്തിക്കോസിന്റെ 3ാമത്തെ തലമുറയാണ്, 4ാമത്തെ തലമുറയാണെന്ന് പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമല്ല. എൻ്റെ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ്, ഓർത്തഡോക്സ് വിശ്വാസത്തിൽ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ അപ്പനും അമ്മയും വിശ്വാസത്തിലെ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് കടന്നു വന്നത്. ആ അറിഞ്ഞ ദിവസം മുതൽ ഹല്ലേലൂയ അവർ മുമ്പിൽ ഒരുപാട് പ്രതികൂലങ്ങൾ വന്നു. അച്ഛന്മാർ, വളരെ പ്രശസ്തരായ അച്ഛന്മാരുള്ള കുടുംബത്തിൽ നിന്നാണ് എൻ്റെ മമ്മി വിശ്വാസത്തിൽ വന്നത്. എന്നാൽ അവർ വിശ്വാസത്തിൽ വന്നപ്പോഴും കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കി. ആര് പ്രതികൂലമായിട്ട് നിന്നാലും കുഴപ്പമില്ല, കർത്താവിന് വേണ്ടി നിൽക്കുമെന്നുള്ള ആ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ജീവിതം കണ്ടാണ് ഞാൻ വളർന്നത്. കർത്താവിന് ജീവിതം കൊടുത്താൽ, കർത്താവിൻ്റെ കൂടെ നമ്മൾ നടന്നാൽ ഒരു കാലത്ത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. ഒരു കാലത്തും ഹല്ലേലൂയ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എന്ത് അവസ്ഥ വന്നാലും അവിടെ നമ്മളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതിന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ ഒരുപാട് സമയമാണ്. എന്നാൽ ചുരുക്കത്തിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞത്, ഞങ്ങളെ നടത്തിയ കർത്താവ്, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ്. ഞാൻ പലപ്പോഴും ആരാധിക്കുമ്പോൾ ആരാധന വർഷിപ്പ് ലീഡറല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്.
വർഷിപ്പ് അല്ല, ഒരു നല്ല ആരാധിക്കുന്ന വ്യക്തിക്ക് മാത്രമേ, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിക്ക് മാത്രമേ വിശ്വാസം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്താൽ നമ്മളെ തളരാതെ തകരാതെ നിലനിർത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ ഒരു ബോധ്യം, ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കർത്താവ് ഇന്ന് രാത്രികാലം പകരട്ടെ. വിശ്വാസത്താൽ കാണുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ ഭാഗമാക്കുവാൻ എന്നെയും ക്ഷണിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവ് ധാരാളം സഹായിക്കട്ടെ. പ്രത്യേക ജോയ്സ് ആൻഡി അതുപോലെ എല്ലാവരെയും, ഒരുപാട് ഫെമിലിയർ ഫേസസ് ഞാൻ കാണുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ, ലവ് യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂടെ കുറച്ച് നേരം കൂടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു മീറ്റിങ്ങിലൂടെ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് ആവും. സോ ദയവായി എന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ലവ് യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്.